ആ വീട്ടിലിരുത്തി തന്നെ ഞങ്ങൾ പ്രാർത്ഥന 24 hours പ്രാർത്ഥനയും കാര്യമായിട്ട് നടന്നു. എൻ്റെ ഫ്രണ്ട്സിനോട് എല്ലാവരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഓഗസ്റ്റ് 17-ാം തീയതി ഇടന്ന് MRI എടുക്കാൻ പോയി. MRI എടുക്കാൻ പോയപ്പോൾ ഡോക്ടേഴ്സ്മാർ പറഞ്ഞു MRIയിൽ ആ സ്പ്രെഡായ സ്ഥലത്ത് ഒരു പഴയ ഓപ്പറേഷൻ ചെയ്ത റിപ്പോർട്ട്സ് ഉണ്ടെങ്കിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. പക്ഷേ ഓപ്പറേഷൻ ചെയ്തില്ല, ചെയ്യാൻ പറ്റാത്ത സ്റ്റേജ് ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ, ഞാൻ മോൾക്ക് സർജറി ഒന്നും കഴിഞ്ഞിട്ടില്ല, അപ്പോൾ എല്ലാ പഴയ റിപ്പോർട്ട്സുമായിട്ട് ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വരണമെന്ന് പറഞ്ഞു. ഞാൻ ഹോസ്പിറ്റൽ റിപ്പോർട്ടുമായി പോയപ്പോൾ റേഡിയോളജിസ്റ്റ് പറഞ്ഞു പഴയ MRIയും ഈ MRIയും തമ്മിൽ നോക്കിയിട്ട് ഒന്നും ഇതിൽ കാണുന്നില്ല, നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോകാൻ. സത്യത്തിൽ ഞാനിങ്ങനെ വണ്ടി ഓടിച്ച് പോകണമെങ്കിൽ എൻ്റെ മനസ്സിൽ വിചാരം ഞാൻ ഏതെങ്കിലും ബസ്സിൻ്റെ അടിയിലാവും. ഈ റിപ്പോർട്ട് അറിയുന്നതുകൊണ്ട് ഞാൻ ഏതെങ്കിലും ബസ്സിൻ്റെ അടിയിലാവും, ഞാൻ മരിക്കും. എനിക്ക് അത് മാത്രം എനിക്ക് കയ്യോ കാലോ വിറയ്ക്കുന്ന ആരും കൂടെയില്ല. ഞാൻ ആരോടും പറഞ്ഞില്ല, കൂട്ടിന് എല്ലാവരും വരും, പക്ഷേ ഞാൻ ആരോടും പറഞ്ഞില്ല. റിപ്പോർട്ടിൽ എന്താണെന്ന് ഞാൻ മാത്രം അറിഞ്ഞാൽ മതി, മറ്റുള്ളവരെ വേദനിപ്പിക്കരുത് എന്നൊരു ചിന്ത മാത്രമേ എൻ്റെ മനസ്സിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. പോയി റിപ്പോർട്ട് അറിഞ്ഞപ്പോൾ പിന്നെ സന്തോഷമാണോ എനിക്ക് എന്താണെന്നറിയില്ല. ഞാൻ എൻ്റെ തിരിച്ച് വീട്ടിൽ വന്ന് കർത്താവിനോട് നന്ദി പറഞ്ഞു. നന്ദി പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിന്. ഓഗസ്റ്റ് 17-ാം തീയതി ആയിരുന്നു 4ാമത്തെ സ്കാനിങ്. നവംബർ 12-ാം തീയതി ഞങ്ങൾ ഇവിടെ വന്നു. അമ്മയോട് കരഞ്ഞു പറഞ്ഞു, ഇവിടെ സത്യത്തിൽ ഞങ്ങൾ ഹിന്ദുക്കളല്ലേ, മാതാവിനെ എൻ്റെ കയ്യിൽ ഇവിടെ വരെ കൊണ്ടെത്തിക്കാൻ തന്നെ എൻ്റെ കയ്യിൽ മാതാവിനെ കിട്ടി. പ്രാർത്ഥിച്ചു, അച്ഛനെ കണ്ടു, അച്ഛൻ മോളെ അനുഗ്രഹിച്ചു, മോൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അപ്പം ഞാനിവിടെ 6 നിയോഗം വെച്ചായിരുന്നു. ആ 6 നിയോഗത്തിലും ഇവിടുന്ന് പടി അവിടെ എത്തും മുമ്പേ ഒരു കാര്യം നടന്നു, ഫോണിൽ കൂടി ഒരു കാര്യം നടന്നു. പിന്നെ പോയിട്ട് 5 കാര്യം ഉണ്ടായിരുന്നു, മോളെ തൊഴിച്ച് 4 കാര്യം ഉണ്ടായിരുന്നു. ആ 4 കാര്യവും എന്നെ സംബന്ധിച്ച് പെട്ടെന്ന് തന്നെ നടന്നു. എനിക്കറിയില്ല, ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് എൻ്റെ അമ്മ എനിക്ക് തന്നൊരു എന്താ പറയേണ്ട ഒരു ഭാഗ്യമാണ്. വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല, എങ്കിൽ പോലും ആ ഗച്ച നിയോഗങ്ങളെല്ലാം നടന്നു. ലാസ്റ്റ് ഉള്ളതായിരുന്നു ഈ 8-ാം തീയതിയുള്ള MRI സ്കാൻ. ഈ MRI സ്കാനിങ്ങിന് ഡോക്ടറെ അടുത്ത് പോയി റിസൾട്ട് 4 ദിവസം കഴിഞ്ഞാലേ MRIയുടെ റിപ്പോർട്ട് കിട്ടത്തുള്ളൂ. 3 ദിവസം ഞാൻ എല്ലാ സ്ഥലത്തു നിന്ന് റെക്കമെൻഡ് ചെയ്ത് എൻ്റെ കുഞ്ഞിൻ്റെ റിപ്പോർട്ട് ഒന്ന് പെട്ടെന്ന് കിട്ടണം, എനിക്കൊന്ന് നിൽക്കാൻ വയ്യ, രാത്രിയിൽ ഉറക്കമില്ല, എനിക്ക് റിപ്പോർട്ട് കാണണം, അല്ല എന്നെ എന്തായാലും മാതാവ് സഹായിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്നാലും ഒരു അമ്മയുടെ വെപ്രാളം എല്ലാവർക്കും നിങ്ങൾക്കൊക്കെ മനസ്സിലാവില്ല, ഒരു അമ്മയുടെ വേദന എന്തായിരിക്കുന്നു. ആ റിപ്പോർട്ട് വെച്ച് ഡോക്ടറെ വിളിച്ചിട്ട് ഡോക്ടർ പറയാം റിപ്പോർട്ടിനുള്ളിൽ ഒന്നുമില്ല, ഇത്രയും വലിയൊരു ട്യൂമർ ഫുള്ള് സ്പ്രെഡായി എന്ന് പറഞ്ഞാൽ ആ ട്യൂമറിൻ്റെ സ്ഥാനത്ത് ഒരു വകയില്ല എന്ന് പറയുമ്പോൾ ആ നിമിഷം നമ്മൾ എന്താവും. എനിക്ക് അമ്മയുണ്ട്, അമ്മയോട് എത്ര പറഞ്ഞിട്ടും തീരുന്നില്ല. നിങ്ങളോട് ഞാൻ ഈ സാക്ഷ്യം, ഞങ്ങൾ ഹിന്ദുക്കളാണ്, സാക്ഷ്യം പറയാൻ പോകരുത്, യൂട്യൂബിൽ ഇത് കാണും, ഇത് കണ്ടാൽ വലിയ പ്രശ്നവും, അങ്ങനെ എല്ലാവരും എന്നോട് പറഞ്ഞു സാക്ഷ്യം പറയാമെന്ന് പോലും. പക്ഷേ ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഇവിടെ ഒരു വാക്ക് കൊടുത്തിട്ട് ഇറങ്ങിപ്പോയത്. ഞാൻ ഈ കുഞ്ഞിനെ ഈ നടയിൽ കൊണ്ടിരുത്തി സാക്ഷ്യം പറയിപ്പിക്കും. ഏത് ജാതിയോ മതമോ അതിനപ്പുറം ദൈവം എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ട്. അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഇനി മോൾക്ക് മരുന്ന് കഴിക്കേണ്ട, മരുന്ന് നിങ്ങൾ കൊടുക്കേണ്ട, ഒന്നും ചെയ്യേണ്ട, മോളെ കോളേജിൽ പഴയപടി വിട്ടോളാൻ. അപ്പം ഒരു സൈഡ് തളർന്ന് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും, ഞാനായതുകൊണ്ടാണ് ഇന്നിവിടെ ജീവിച്ചിരിക്കുന്നത്. ഒരു ഡയപ്പർ മാത്രം കുഞ്ഞിനാരെയും തിരിച്ചറിയാൻ അറിയത്തില്ലായിരുന്നു. ഒരു അമ്മയ്ക്ക് ഇത്രയും പ്രായമുള്ള കുഞ്ഞിനെ തൂക്കിയെടുത്ത് ബാത്റൂമിൽ കൊണ്ട്, ഒരു പെൺകുഞ്ഞില്ലേ, നമുക്ക് മാത്രം സ്ത്രീകൾക്ക് മാത്രമല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, ബാക്കി എല്ലാ കാര്യവും ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ ഈ മോളെയും വെച്ചിട്ട് രാവും പകലും ഇല്ലാതെ ഞങ്ങൾ പ്രാർത്ഥന. മോള് പിന്നെ 24 hours അച്ഛൻ്റെ പ്രാർത്ഥന ഫുൾ ടൈം. അവൾക്ക് സംസാരിക്കാൻ പറ്റത്തില്ല, സംസാരം അന്നത്തോടെ